തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നിട്ടില്ല. 4-ാം തീയതിയാണ് പുറത്തു വരുന്നത്. അപ്പോഴേ അറിയൂ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളത്. ഇടതുമുന്നണി തോറ്റാൽ അതിൻ്റെ പ്രധാന സംഭാവനകൾ നൽകിയ 2 പേരുകൾ സ്മരിക്കപ്പെടും. അതിലൊന്ന് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റേതാണ്. 2-ാം സ്ഥാനത്ത് നിന്നിരുന്നത് വിജയരാഘവൻ സാറായിരുന്നു. വിജയരാഘവൻ സാറിന് നമ്മളിലെ ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒക്കെ പറയുന്നത് പോലെ അവസാന ലാപ്പിൽ ഏതാണ്ട് കഴിഞ്ഞ 1 വർഷക്കാലമായി ഒരു കാരണവശാലും ഇനി LDF അധികാരത്തിൽ വരരുത് എന്ന് നിർബന്ധമായ ആഗ്രഹമുള്ളതുപോലെ AK ബാലൻ സാറ് തുഴഞ്ഞ് വിജയരാഘവൻ സാറിനെ 2-ാം സ്ഥാനത്ത് നിന്ന് മാറ്റി 2-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം 2-ാം സ്ഥാനത്ത് തുടരുകയാണ്. ഇലക്ഷൻ്റെ അവസാന മണിക്കൂറുകളിൽ അദ്ദേഹം അല്പം ട്രാക്ക് മാറിയെങ്കിലും അദ്ദേഹം അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വിഷമം കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി, അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വലിയ ജാലവിദ്യയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ബാലമാഷിനെ പോലെ മുഖ്യമന്ത്രിയാകാൻ സർവ്വയോഗ്യതയുമുള്ള ആളാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാർ. ബാലമാഷിൻ്റെ അത്രയും വിവരക്കേട് പുള്ളിയുടെ കയ്യിലില്ലെന്നുള്ളതേ ഉള്ളൂ ആകെ ഒരു കുറവ്. കാരണം പുള്ളി ആളുകളോട് സംസാരിക്കുന്നത് മാന്യമായിട്ടാണ്. പുള്ളിക്ക് കോംപ്ലക്സ് ഇല്ല. അതൊരു പ്രധാന ഘടകമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്വേഷം വാരി എറിയുന്നത് സ്വന്തമായി കോംപ്ലക്സ് വരുമ്പോഴാണ്. അതൊട്ടുമില്ല. ബാലമാഷിനതുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതൊരു കാരണമാണ്. എന്തായാലും അതൊട്ടുമില്ല പുള്ളിക്ക്. അതുകൊണ്ട് തന്നെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇനി AK ബാലൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാലും പുള്ളി അതൊരു കൊതുക് കടിക്കുന്ന ലാഘവത്തിൽ മാത്രമേ എടുക്കുകയുള്ളൂ. ബാലമാഷെ ഭൂരിപക്ഷമുണ്ടെങ്കിൽ ജനങ്ങൾ തീരുമാനിച്ചാൽ കേരളത്തിൽ ആർക്കും മുഖ്യമന്ത്രിയാവാം. അങ്ങനെ മുഖ്യമന്ത്രിയാവുന്നതിന് രാഷ്ട്രീയ പാർട്ടിയിൽ മത്സരിച്ച് MLA ആയി ആ MLAയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുകയും ആ പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർ മുഖ്യമന്ത്രിയാവുകയും ചെയ്യും. അതിന് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല. ഏതാണ്ട് 10-50 വർഷക്കാലത്തെ ഈ രാഷ്ട്രീയ പൊതുജീവിതം കൊണ്ട് അങ്ങനെ കേരള സമൂഹത്തിൻ്റെ ഒരു അംഗീകാരത്തിൻ്റെ പൊതുമുദ്ര നേടിയിട്ടുള്ള ആൾ തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കണ്ടില്ലേ, 2 പേരും വീട് കൊടുത്തു. സർക്കാരും വീട് കൊടുത്തു, മുസ്ലിം ലീഗും വീട് കൊടുത്തു. സാമൂഹ്യ മാധ്യമത്തിലും ബാക്കിയുള്ളിടത്തുമെല്ലാം മുസ്ലിം ലീഗ് വീട് കൊടുത്തതിൻ്റെ വാർത്തകളും ക്ലിപ്പുകളും കട്ടിങ്ങുകളുമാണ് നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ. അവർ ചെയ്ത പ്രവൃത്തി, അതിലവർ കാണിച്ച സഹിഷ്ണുത, അതിലവർ കാണിച്ച ഉൾക്കൊള്ളൽ. അവരുടെ ഉദ്ഘാടന ചടങ്ങിൽ ആരുടെയും പേര് പറയിച്ച് അവർ കൂവിയില്ല. പക്ഷേ ബാലമാഷൊക്കെ ഇപ്പോൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഇപ്പോഴേ കൊണ്ടുവന്ന് ഏണി ജാരി വെക്കുക. എന്തിനാ? അതിലൂടെ കയറാൻ. UDF അധികാരത്തിൽ വന്നാൽ ഇതിനു മുമ്പും LDFും UDFും മാറിയും തിരിഞ്ഞും കേരളം ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ മാറിയും തിരിഞ്ഞും ഭരിക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി LDFിൻ്റെ കൂടെ ആയിരുന്ന കാലവുമുണ്ട്. അതിൻ്റെ കട്ടിങ്ങുകളും വാർത്തയും ഒക്കെ കേരളം കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ എന്താ പറയുന്നത്, താത്വികാവലോകനത്തിലെ മതേതരത്വത്തിൻ്റെ പൊന്മുത്തെന്ന് അവകാശപ്പെടുന്ന സ്വരാജ് അടക്കം AK ബാലൻ അടക്കമുള്ളവർ ഇത് കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഇസ്ലാമോഫോബിയയുടെ കണ്ടൻറ്റ് സൃഷ്ടിക്കാനാണ്. അതിൽ പരമാവധി പണിയെടുത്തൊരു മേശരിയായിരുന്നു AK ബാലൻ മാഷ്. ഒരുപാട് മേശരി പണി ചെയ്തു. അതിനകത്ത് ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ തമ്മിൽ ഭിന്നമായി പോകുമെന്നും 2 ചേരിയിലാകുമെന്നും 2 ധ്രുവത്തിലാകുമെന്നും ഒക്കെയാണ് ബാലമാഷ് കരുതി വന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ബാലമാഷ് കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി ആക്കുന്നതിലല്ല വിഷമിക്കേണ്ടത്. ഈ ബാലമാഷ് വളർന്നു വന്ന സമൂഹത്തോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു ദളിത് മുഖ്യമന്ത്രി ഉണ്ടാവുന്നില്ല എന്ന അർത്ഥപൂർണമായ ചോദ്യമാണ് കേരളം ചോദിക്കേണ്ടത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയായിരുന്നു എത്രയോ നല്ലതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനൊക്കും, ആ സമൂഹത്തിൻ്റെ ഒരു വലിയ ഗതികേടെന്ന് പറയുന്നത് ഈ സ്വന്തം സമൂഹത്തോട് ഒരു കൂറുമില്ലാത്ത ആളുകളെയാണ് ആ ലേബലിലൊക്കെ പലരും പലയിടത്തും കയറിപ്പറ്റിയത് എന്നുള്ളതാണൊരു സത്യം. അതുപോലെ തന്നെ ഒരു ബാലനെ, ഒരു വിദ്യാർത്ഥിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് അവൻ ജീവിതം അവസാനിച്ചതിൻ്റെ ഹർത്താൽ നടക്കുന്ന ദിവസമാണ് ബാലമാഷിൻ്റെ ഈ പ്രസ്താവന. അന്നും ബാലമാഷിന് ദുഃഖം കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചാണ്. അത് കേട്ടാൽ തോന്നുക കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ ജീവിതം എന്തോ വഴിമുട്ടി നിൽക്കുന്നു. നമ്മൾ ചില കെട്ടിക്കാൻ വളർന്ന പെണ്ണുങ്ങൾ നാട്ടിൽ അല്ലെങ്കിൽ ആണുങ്ങൾ നിൽക്കുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിക്കണമല്ലോ എന്ന് വിചാരിച്ച് ചിലർ പറയുന്ന പോലെ. കുഞ്ഞാലിക്കുട്ടിക്ക് എന്താ മോശം? ബാലമാഷിൻ്റെ കൂട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടതേ ഇല്ല. പുള്ളി ഇപ്പം നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ പുള്ളി കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രൈം ഫോക്കസാണ്. പക്ഷേ ബാലമാഷിന് പ്രൈം ഫോക്കസ് ആവണമെങ്കിൽ ഇതുപോലുള്ള വിദ്വേഷം പറയണം. കഷ്ടമാണ്, സങ്കടകരമാണ് ഈ ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് നല്ല സഖാക്കൾ, MA ബേബി സഖാവിനെ പോലെയുള്ള സഖാക്കളൊക്കെ സമയം കിട്ടുമ്പോൾ, ബാലമാഷാരെ അംഗീകരിക്കുന്ന ആളൊന്നുമല്ല എങ്കിലും വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഇവരൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി വഹിക്കാൻ പോകുന്ന
ഒരു പങ്കുണ്ടല്ലോ, അത് വല്ലാത്തൊരു വഹിക്കലും പങ്കുമായിരിക്കും.